യുവസംവിധായകർ പ്രതികളായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവർക്ക് പുറമെ ഛായാഗ്രാഹകനായ സമീർ താഹിറും പ്രതിയാണ്. ഫ്ളാറ്റിലെ ലഹരി ഉപയോഗം സമീർ താഹിറിന്റെ അറിവോടെയാണെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. സമീർ താഹിറിന്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിവർ 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായത്. കേസ് രജിസ്റ്റർ ചെയ്ത് 6 മാസം പിന്നിടുമ്പോഴാണ് എക്സൈസ് സംഘം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിലാകെ 4 പ്രതികളാണുള്ളത്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ, ഇരുവരുടെയും സുഹൃത്ത് ഷാലിഫ് മുഹമ്മദ് എന്നിവർക്ക് പുറമെ സമീർ താഹിറിനെയും പ്രതി ചേർത്തിട്ടുണ്ട്. ഫ്ളാറ്റിലെ ലഹരി ഉപയോഗം സമീർ താഹിറിന്റെ അറിവോടുകൂടിയാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണിത്. അതിനിടെ ചലച്ചിത്ര പ്രവർത്തകർക്ക് ലഹരി എത്തിച്ചു നൽകിയ ഇടനിലക്കാരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കോഴിക്കോട് സ്വദേശിയായ നവീനാണ് ഹൈബ്രിഡ് കഞ്ചാവ് കൈമാറിയെന്നാണ് പിടിയിലായ ഷാലിഫ് മുഹമ്മദിന്റെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവീനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾ ഇക്കാര്യം നിഷേധിച്ചു. പ്രതികളുടെയും നവീന്റെയും മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ലഹരി കൈമാറ്റം സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് എക്സൈസ് വിശദീകരണം. റിപ്പോർട്ടർ, കൊച്ചി.